നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ നിയമം, ഇതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം, ഇതാണ് പ്രവാചകന്റെ കൽപ്പന. അതിന് വിരുദ്ധമായി പോയി. അപ്പൊ വിരുദ്ധമാകുമ്പോഴാണ് ബിദ്അത്താവുക. എല്ലാ നന്മകളും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ നന്മകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നും നമുക്ക് കൂട്ടാൻ പറ്റൂല. ഒരാൾ എല്ലാ റക്അത്തിലും ഒരു ഫാത്തിഹ ചൊല്ലണം എന്നുള്ളത് നിർബന്ധമാണല്ലോ എല്ലാ റക്അത്തിലും. അയാളൊന്ന് 3 ഫാത്തിഹ ചൊല്ലും, നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഫാത്തിഹ അല്ലേ, നിസ്കാരത്തിലല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ, ഓത്തല്ലേ, ഖുർആൻ ഓത്തല്ലേ എന്നാണല്ലോ ഇപ്പോൾ സാധാരണ പറയല്. മരിച്ചു കൊടുത്ത് ഓതിനെ കുറിച്ചും അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തും കത്തപ്പുര കെട്ടുന്നതും ഇങ്ങനെ ഒരുപാട് സംഗതികൾ, ഇതൊക്കെ നല്ലതല്ലേ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പ്രശ്നമുണ്ട്. ഇങ്ങനെ പറയുന്നതോടുകൂടി ഇവിടെ നബിദിനം വിദഗ്ധായി, പിന്നെ ബറാത്ത് രാവിലെ ആ നോമ്പ് വിദഗ്ധായി, മിറാജ് ഒക്കെ വിദഗ്ധായല്ലോ. അപ്പോൾ ഇതൊക്കെ വിദഗ്ധാവാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പുതിയ നിർവചനം ഉണ്ടാക്കേണ്ടി വരികയാണ്. ആ പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ ബിദഅത്തുകൾ മുഴുവൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇവർ ശരിക്കും കറക്റ്റായിട്ട് ഇവർ ബിദഅത്തിനെ വിശദീകരിക്കുന്നത് നിസ്കാരത്തിൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദുആന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടത്. ബിദഅത്തിൻ്റെ കക്ഷികൾ ആയിട്ട് എമ്പാടും ആളുകളുണ്ടല്ലോ, ബിദഅത്ത് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, അത് പ്രൊമോട്ട് ചെയ്യുന്ന, അതിൽ നിന്ന് ജീവനോപാധി കണ്ടെത്തുന്ന ആളുകൾ ഇവിടെ എമ്പാടുണ്ട്. അപ്പോൾ ബിദഅത്ത് എന്താണ് എന്നുള്ളത് ദീനിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇവർ ഇങ്ങനെ എന്താ പറയുക, അവനവനെ ഒപ്പിച്ചൊരു നിർവചനം ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ എല്ലാത്തിനും നിർവചനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ നിർവചനം പറയുന്നിടത്ത് ഇവർ ചെയ്യുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ അതൊക്കെ ബിദഅത്തുകളാണ്. പക്ഷേ അതൊക്കെ എങ്ങനെ ഈ ഒരു സർക്കിളിൽ നിന്ന് പുറത്താക്കി രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ള രൂപത്തിൽ ഒരു നിർവചനം, അങ്ങനെ ഒരു നിർവചനം നമ്മൾ കാണാൻ, അതെ, ഒരു പുതിയ നിർവചനം നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു ക്ലിപ്പ് കണ്ട ശേഷം തിരിച്ചു വരാം. സിദ്ധാപുരത്തുള്ള ഈ ജില്ലയിലുള്ള മുസ്ലിം സമുദായത്തിന് ഒരു രീതി ഉണ്ടെന്ന് വിചാരിക്കാം. ഇവരൊക്കെ പറയണത് ഞങ്ങൾ ഇടത്തെ കൈ കൊണ്ട് മാത്രമേ ചായ കുടിക്കുള്ളൂ എന്നാ. വലത്തെ കൈ ഞങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തൂല. ഇടത്തെ കൈ കൊണ്ട് മാത്രമേ ഞങ്ങൾ ചായ കുടിക്കുള്ളൂ, ഇടത്തെ കൈ കൊണ്ട് മാത്രമേ ഞങ്ങൾ ബിസ്ക്കറ്റ് തിന്നുകയുള്ളൂ എന്ന ഒരു തീരുമാനവും ഒരു വിശ്വാസവും ഒരു ആചാരവും നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കുക. അത് ബിദ്അത്താണ്. എന്തുകൊണ്ടാണ് ബിദ്അത്തായത്? പ്രമാണത്തിനെതിരാണ്. എന്തുകൊണ്ടാണ് ബിദ്അത്തായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാകെ ഒരു സ്വഹാബി വര്യൻ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞല്ലോ, കുൽ ബിയമീനിക, നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ നിയമം, ഇതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം, ഇതാണ് പ്രവാചകന്റെ കൽപ്പന. അതിന് വിരുദ്ധമായി പോയി. അപ്പൊ വിരുദ്ധമാകുമ്പോഴാണ് ബിദ്അത്താവുക. MT ദാരിമി ആണ് മുസ്തഖലിക്കമി. എന്താണ് മൂപ്പരുടെ ഈ ഒരു നിർവചനത്തെക്കുറിച്ച്, ബിദഅത്തിന് മൂപ്പർ കൊടുത്ത നിർവചനത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബിദഅത്തുകളും അനാചാരങ്ങളും എങ്ങനെ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ബൗണ്ടറി വലുതാണ്. അപ്പോൾ ഈ ചെരുപ്പിനൊത്ത് കാല് മുറിക്കാറല്ലോ, അതിൻ്റെ കറക്റ്റ് ഒരു ഭാഗം ഇപ്പോൾ കണ്ടത്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതല്ല, ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായി നമ്മൾ പറയുന്നത്, നമ്മുടെ മതത്തിലില്ലാത്തൊരു കാര്യം ആരാണോ പുതുതായി കൊണ്ടുവരുന്നത് അത് മതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടതാണ്. അവിടെ പ്രവാചകൻ കൽപ്പിക്കും. ഇവർ പറഞ്ഞത് വെച്ചാൽ ആദ്യം പ്രവാചകൻ കൽപ്പിക്കണം, എന്നിട്ട് അതിന് വിരുദ്ധമായി ആ കാര്യം ആചാരമായി ചെയ്യണം. നമ്മുടെ കള്ളുകൂടി എന്നുള്ളൊരു ഒരു ആചാരമായി, ഒരു വിശ്വാസമായി ഇവിടെ ചെയ്താൽ അപ്പോൾ വിദഅത്തില്ല. ഇവിടെ വിദഅത്ത് അന്നവന് എത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബയിലും ഇങ്ങനെ നിന്ന് പ്രവാചകൻ നടത്തിയ എല്ലാ ഖുതുബിൻ്റെ അവസാനത്തിൽ കുല്ലു ബിദഅത്തിൻ ദലാല കുല്ലു ദലാലത്തിൻ ഫിന്നാർ ഇത്രയും മെനക്കെട്ട് പറയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ വിദഅത്തോടെ ഉണ്ടാകാൻ വളരെ സാധ്യത കുറവുള്ളൊരു കാര്യമാണ് ഉപരി പറയണത്. അങ്ങനെ വിദഅത്ത് സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇമാം ഷാത്തിബി ദീന് പറയുന്നത് വളരെ വ്യക്തമായ നിർവചനമുണ്ട്. അദ്ദേഹം പറയുന്നത്, ത്വരീഖത്തും ഫിദ്ദീനി മുഖ്തറ, ദീനിലുണ്ടാക്കിയൊരു പുതിയ ഒരു വഴിയാണ്, ഒരു മാർഗ്ഗമാണ് ബിദഅത്ത്. ഒരു പുതിയ വഴി അല്ലെങ്കിൽ പുതിയ ആരാധന ഉണ്ടാക്കലാണ്. തുലാഹി അശ്ശറഇയ്യ, അത് മതത്തിനോട് സമപ്പെടുന്ന, അതിനോട് തുല്യമാകുന്ന രൂപത്തിൽ വേറൊരു കാര്യം ഇവിടെ ഉണ്ടാക്കലാണ് ഇവിടെ ബിദഅത്ത് എന്ന് പറയുന്നത്. യുഖ്സദു ബിസ്സുലൂഖി അലൈഹൽ മുബാലഗത്തു ഫി തഅബ്ബുദി ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ, ഇത്തരം ആ വഴിയിലേക്ക് അല്ലെങ്കിൽ ആ പുതിയ വഴിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ ആരാധനയിൽ കൂടുതലായി മികവ് കാണിക്കാൻ പറ്റും, കൂടുതലായി അടുക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നിടത്താണ് ഒരു ബിദഅത്ത് ഉണ്ടാകുന്നത് എന്ന് മഹാനായ ഇമാം ഷാത്തിബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇതിനെ നിർവചിക്കണം. വളരെ കൃത്യമാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ, ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുന്ന ഒരു ആരാധന, അതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും, അതൊരു ആരാധനയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യം പുതുതായി ഇതിലേക്ക് കൊണ്ടുവന്നാൽ അതിനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ബിദഅത്ത് എന്ന് പരിചയം. ഇതാണ് നമ്മൾ ഇത്രയും കാലം ഇവിടെ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്താൽ ഇവരുടെ പണ്ഡിതന്മാർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രശ്നമുണ്ട്. ഇങ്ങനെ പറയുന്നതോടുകൂടി ഇവിടെ നബിദിനം ബിദഅത്തായി, പിന്നെ ബറാത്ത് രാവിലെ ആ നോമ്പ് ബിദഅത്തായി, മിറാജ് ഒക്കെ ബിദഅത്തായല്ലോ.
അപ്പോൾ ഇതൊക്കെ വിധത്താൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പുതിയ നിർവചനം ഉണ്ടാക്കേണ്ടി വരികയാണ്. ആ പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ വിധത്തുകൾ മുഴുവൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇവർ ശരിക്കും കറക്റ്റായിട്ട് ഇവർ പിന്നെ വിധത്തിനെ വിശദീകരിക്കുന്നത് ഒരു ഭാഗം കേൾക്കുക, ആ പറയുന്നതും ഇപ്പോൾ എം ടി ദാരിമി പറയുന്നതും രണ്ടും അജഗജാന്തരം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഭാഗം ഈ നിസ്കാരത്തിൻ്റെ ദ്വാരൻ്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിൻ്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച വിദാത്തായി ഒരു ഇസ്ലാമിലെ മസാല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിവന്ദനായ ശംസുലമ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്തല്ല. ഇതാണ് എൻ്റെ ഒരു സമീപനം. അപ്പോൾ ഇതിവിടെ പറയാൻ ശ്രമിക്കണം എന്താ വെച്ചാൽ അവിടെ പ്രത്യേകം നമസ്കാരത്തിന് ശേഷം 3 സ്വലാത്ത് ചെല്ലൽ സുന്നത്താണെന്ന് വിചാരിച്ചാൽ വിദഗ്ധായി. നമ്മൾ പറഞ്ഞാൽ മുപ്പർ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ എം ടി ദാരിമി പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ ഇത് വിദഗ്ധാൻ പാടില്ല. അപ്പോൾ എം ടി ദാരിമി അനുസരിച്ചാണ് നമസ്കാരത്തിന് ശേഷം 3 സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്നൊരു കൽപ്പന ആദ്യം വരണം നബിൻ്റെത്. എന്നിട്ട് പിന്നെ ആ നബി ആ വിരോധിച്ച കാര്യം തന്നെ നമ്മൾ ആചാരമായി ചെയ്യണം, അപ്പോഴേ വിദഗ്ധാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞെന്താ, അപ്പോൾ ഇത് വിദഗ്ധല്ല. അപ്പോൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞത് വളരെ ക്ലിയർ ആയി. അപ്പോൾ ഈ പറഞ്ഞനുസരിച്ച് അല്ലെങ്കിൽ കിതാബുകൾ എഴുതിയനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ഉള്ളത്. പലയത്തിനും നിർവചനങ്ങൾ ഇങ്ങനെ മാറ്റി അപ്ഡേഷൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 100 കൊല്ലം കഴിയുമ്പോൾ ഇവർക്ക് തോന്നിയേക്കാരം ഇങ്ങനെ പുതിയ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ അതിനൊന്നാണത്. ഇനി അടുത്തൊരു ഭാഗം പൊന്മള പറയുന്ന കുറച്ചൊരു വ്യക്തതയ്ക്ക് വേണ്ടി പഴയ ഗ്രിപ്പുകളാണ്, പക്ഷേ ഇപ്പോൾ ഇത് പ്രസക്തമാകുകയാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് കേൾക്കാം. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ശറഇൽ ഉള്ളതിനേക്കാൾ കൂട്ടിയത്, ഔ നുഖ്സ അല്ലെങ്കിൽ ശറഇൽ ഉള്ളതിൽ ചുരുക്കിയത്, ഔ നുഖ്സ. എപ്പോഴാണ് ഈ ചുരുക്കലും അല്ലെങ്കിൽ ഏറ്റവും നടന്നിട്ടുള്ളത്? ഉത്തമമായ നൂറ്റാണ്ടുകൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശർഈ, ശർഈയായ ഒരു രേഖയുടെയും പിമ്പലം കൂടാതെ കൂട്ടാനും കുറക്കാനും രംഗത്ത് വന്ന ആ കക്ഷികളാണ് ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തെളിവുമില്ലാതെ ഉത്തമ തലമുറയ്ക്ക് ശേഷം ഒരു കാര്യം പുതുതായി കൂട്ടിച്ചേർത്താലോ കുറച്ചാലോ ബിദ്അത്താണ് എന്ന് പറയാണ്. എം ടി ദാരിമി പറഞ്ഞ പോലല്ല കാര്യങ്ങൾ. ഇനി അങ്ങനെയല്ല, ഇനി ഇവർ തന്നെ അംഗീകരിക്കുന്ന കുറേ ബിദ്അത്തുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിദ്അത്ത് സംഭവിക്കില്ലല്ലോ. ഇപ്പോൾ ഒരാൾ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുത്ത്, അപ്പോൾ ഒരു പുണ്യാണെന്ന് വിചാരിച്ച് ബാങ്ക് കൊടുത്താൽ ഇവരാണെങ്കിൽ വിദഗ്ധല്ല. കാരണം മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കരുതെന്ന് കൽപ്പന ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ അവിടെ വിദഗ്ധം ആവുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്തൊരു ഒരു കാര്യം ചെയ്തു എന്നേ വരുള്ളൂ. അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് പ്രത്യേക ബാങ്ക് കൊടുത്തു, ഒരാൾ ഇക്കാൻ തൊട്ടോ ഒന്നുമില്ല, അവരെ കണ്ണിൽ വിദഗ്ധാൻ പാടില്ല, അല്ലെങ്കിൽ ഇവർ അതിൻ്റെ വിധിയിൽ പറയേണ്ടതാണ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹം ബിദ്അത്തിനെ പരിചയപ്പെടുത്തുകയാണ്. സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞാൽ റജബിൻ്റെ ആദ്യ വെള്ളിയാഴ്ച രാത്രി ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നിസ്കരിക്കുന്ന 12 റക്അത്താണ് ഈ സ്വലാത്തുർ റഗായിബ് നിസ്കാരം. ഈ നിസ്കാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഷഅബാനിൻ്റെ രാത്രി നിസ്കരിക്കുന്ന 100 റക്അത്ത് നിസ്കാരം, ഇങ്ങനെ 2 നിസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ബിദ്അത്താനി വ മുൻകറാനി കബീഹത്താനി, ഇത് വളരെ മോശം 2 ബിദ്അത്തുകളാണ്. അപ്പോൾ ഇമാം നബിക്ക് തെറ്റി. എം ടി ദാരിമി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇമാം നബി ഇത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവരിതിന് വിശദീകരിക്കണം. പിന്നെ എന്താണ് സംഭവിച്ചത്, സ്വലാത്തുർ റഗായിബ് നിസ്കരിക്കാൻ പാടില്ല എന്നൊരു പ്രത്യേക കൽപ്പന ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഇവർ പറഞ്ഞ ഷഅബാനിൻ്റെ രാത്രി 15 രാത്രി നിസ്കരിക്കുന്ന അങ്ങനെ നിസ്കാരം ഇല്ല എന്നൊരു കൽപ്പന ആദ്യം വരണം. അങ്ങനെ വന്നിട്ടില്ല.
അതേപോലെ തന്നെ ഇബ്നു ഹജർ ഹൈത്തമി ഇതേപോലെ വേറൊരു കാര്യം പറയാണ്. ഇപ്പോൾ ഇവർ റസൂലിൻ്റെ ജന്മത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത്, പ്രവാചകൻ്റെ ഉമ്മ അവിടുന്ന് പ്രസവിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുന്നത് ഇവർ എണീറ്റ് നിൽക്കണം, ഇവർ എണീറ്റ് നിൽക്കാറുണ്ട്. അപ്പോൾ ആ എണീറ്റ് നിൽക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, അങ്ങനെ ചെയ്യൽ വഹു അയ്ലൻ ബിദ്അത്തുൻ ലം യരിദ് ഫീഹി ഷൈഉൻ, അതിനടിസ്ഥാനപരമായി യാതൊരു രേഖയുമില്ല, അത് ബിദ്അത്താണ്. അപ്പോൾ അങ്ങ് നിൽക്കാൻ പാടില്ല എന്നുള്ള ആ വരണം ഇവർ പറഞ്ഞതനുസരിച്ച്. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഇവർ ആചാരമായി ഒരു വിശ്വാസമായി വരണം എന്നാൽ മാത്രമേ ഇപ്പോൾ ഇടത് കൈ കുടിക്കണ പോലെയൊക്കെ സംഭവിക്കണം. ഇനി വേറെ കാര്യം പറയാം. ഇപ്പോൾ അബൂഷാമ റഹിമഹുല്ല അദ്ദേഹം ഒരു കാര്യം പറയാം, കുറേ സംഭവങ്ങൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. അദ്ദേഹം പറയാം, ഓ കുല്ലു മൻ ഫഅല അംറൻ മൂഹിമൻ അന്നഹു മഷ്റൂൻ, ഒരു മഷ്റൂ ആണ്, ദീനാണ് എന്ന് തോന്നിപ്പിക്കുന്നൊരു കാര്യം ചെയ്താൽ വലൈസ കദാലിക്, എന്നാൽ അങ്ങനെയല്ല, ദീനല്ല. അങ്ങനെയാണെങ്കിൽ ഫഹുവ ഗാലിൻ ഫി ദീനിഹി മുബ്തദിഉൻ ഫീഹി, അവൻ ദീനിൽ അതിര് കവിഞ്ഞവനാണ്, അവൻ ബിദ്അത്ത് ചെയ്തവനാണ്. അപ്പോൾ മതമാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ഒരാൾ ദീനില്ലാത്തൊരു കാര്യം ചെയ്താൽ അവൻ ബിദ്അയാണ് എന്ന് അദ്ദേഹം ഒരു സംഭവം പറയാണ്. പിന്നെ ഇറാഖിലൊരാൾ, പിന്നെ ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ കൊണ്ടുവരുന്ന സംഭവമാണ്. അപ്പോൾ ഇറാഖിൽ ഒരാൾ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലായിട്ട് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാത്തതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു, ഇഹ്റാമിൻ്റെ വസ്ത്രം അടക്കുക. അപ്പോൾ ശരിക്കും ഇഹ്റാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വസ്ത്രം ധരിക്കണം, അത് ശറഅാണ് ഇഹ്റാമിലേക്ക് വന്നു കഴിഞ്ഞാൽ. എന്നാൽ അതിന് മുമ്പിട്ടെടുക്കലോ അത് ശറഅല്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ദലീലുമില്ല തെളിവുമില്ലാതെ കൊണ്ട് നടക്കുമ്പോൾ ആ കാര്യം അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിദ്അത്തുൻ വറബ്ബിൽ കഅബ, കഅബൻ്റെ റബ്ബിന് സത്യം, അത് ബിദ്അത്താണ്. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇഹ്റാമിൻ്റെ മുൻപ് ഇടാൻ പാടില്ല എന്നൊരു വിധി ഇല്ലല്ലോ, പിന്നെ ഇത് ബിദ്അത്താന്ന് പറയാം. അതേപോലെ തന്നെ ഒരിക്കൽ ഇമാം മാലിക്കിനോട് ചോദിക്കുകയാണ്, ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നബി എവിടെ നിന്നാണ് കെട്ടിയത്, അവിടെ നിന്ന് കെട്ടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ചുകൂടെ മുമ്പ് നിന്ന് കെട്ടിയാലോ, കുറച്ചുകൂടെ ഖൈറ് കൂടുതൽ ചെയ്യണത്. അപ്പോൾ അദ്ദേഹം ഒരു ഖൈറ് കൂടുതൽ, അന്നിലൊരു വലിയ ഫിത്ന ഞാൻ ഭയപ്പെടുകയാണ്. അപ്പോൾ എന്താണ് ആ ഫിത്ന? ഒരു ഖൈറ് കൂടുന്നതിൽ എന്തെങ്കിലും ഫിത്ന ഉണ്ടോ? വയ്യു ഫിത്നത്തിൻ ഫിസ്ദിയാദിൽ ഖൈർ, ഒരു ഖൈറ് വർദ്ധിക്കുന്നതിൽ എന്ത് ഫിത്ന ആണുള്ളത്? അപ്പോൾ ഇമാം മാലിക് പറഞ്ഞു കൊടുക്കണം, ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന, ഇനി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് എതിരാവുക എന്നതിനേക്കാളും വലിയ ഫിത്ന. ഇപ്പോൾ റസൂലിൻ്റെ കൽപ്പന നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? റസൂല് മതമായി പഠിപ്പിച്ച അതിൽ ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു ചാടുകയാണ്. അല്ലെ നബിയുടെ കൽപ്പന വന്നതിനെതിരാവില്ല, അങ്ങനെ സംഭവിക്കണില്ലല്ലോ. എന്നിട്ട് പോലെ എന്താ വേണത്? ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന, ഒരു ഫിത്ന നിനക്ക് വരിക, റസൂലിൻ്റെ കൽപ്പനയ്ക്ക് എതിരാവുക എന്നതിനേക്കാളും വലിയ ഫിത്ന എന്തുണ്ട്? അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, അബൂഷാമ അദ്ദേഹത്തിൻ്റെ പിന്നെ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ അറഫ സംഗമം, അറഫയിലാണ് ഒരുമിച്ച് കൂട്ട്. ആ ദിവസം നമ്മളെ പള്ളിയിൽ എന്ത് ചെയ്യുക, അതേപോലെ ആളുകൾ സംഗമിച്ച് ഒരു ദിക്റും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടാം. ഇവിടെ എന്തൊരു ആ ദിവസത്തിൻ്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടാം, അത് ബിദ്അത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ റസൂലിൻ്റെ കൽപ്പന ഉണ്ട്, അങ്ങനെ ഒരുമിച്ച് കൂടാൻ പാടുന്ന കൽപ്പന ഇല്ലല്ലോ. പിന്നെ അതിനെങ്ങനെ ബിദ്അത്തായി പറയാം. അപ്പോൾ ഇങ്ങനെ കുറേ പരിഷ്കരണങ്ങൾ, ഇവരുണ്ടാക്കിയ പരിഷ്കരണങ്ങൾ ഓരോ ദിവസം അവർക്ക് തോന്നുകയാണെങ്കിൽ ഒരു ദിവസം രാത്രി മുമ്പ് ഇങ്ങനെ പറയലേക്കാനും കറക്റ്റ്. അപ്പോൾ നോക്കില്ല മുൻപ് എന്താ പറഞ്ഞിരുന്നത്, നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊടുക്കുന്നത്, ഒന്നും നോക്കാതെ അങ്ങനെ ഓരോ ദിവസവും, അതാണ് ഇങ്ങനെ ആകാശത്ത് നിന്ന് വീണ പോലെയാണെന്ന് പറയണ്ടല്ലോ, അള്ളാഹുണ്ടല്ലോ. ഒരു അസിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തോന്നി എങ്ങനെ പറയും. ഓരോ ദിവസങ്ങളും ഇപ്പോൾ വിദഗ്ധത്തിന് നിർവചനം മാറ്റി, ഇതിനിടയിൽ മുഅ്ജിസത്തിന് നിർവചനം മാറ്റി വന്ന്, നിർവചനമല്ല മുഅ്ജിസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു, ഇപ്പോൾ നമ്മളെന്താണ് സലഫികൾ പറഞ്ഞു, അതന്നെ ആരിസ്മത്തിന് പറയാൻ തുടങ്ങി. അതിന് പേരോടൊട്ടം പറഞ്ഞു, അതിന് പരിധികളുണ്ട്, അതിന് പിന്നെ ബുദ്ധിക്ക് യോജിക്കാത്ത കഥകൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുകളിൽ നിന്ന് ഇങ്ങനെ മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങൾ ഓരോ കാര്യത്തായി സംഭവിക്കുന്നത് കാണാം. അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഇപ്പോൾ നമ്മുടെ MT ദാരി അവതരിപ്പിച്ച്. ഏതായാലും അത് അടപടലം പാളിപ്പോയിട്ടുണ്ട്. ഇവർ പിന്നെ ഈ പറഞ്ഞ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ട് വിദ്യാർത്ഥികളെ. അപ്പോൾ ആ വിദ്യാർത്ഥികൾ എമ്പാടുണ്ട്. കാരണം ശരിക്കും സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥി ഇങ്ങനെ കൊടുന്ന് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ സുന്നത്തുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൈമോശം വന്നു പോകുന്നത്. എമ്പാടും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ വിദ്യാർത്ഥിൻ്റെ ഒരു ഗൗരവം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, പക്ഷേ ആവർത്തിച്ച് പറയേണ്ടതാണ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവരെ ഇത്തരം വിദ്യാർത്ഥികളുടെ എണ്ണപ്പെരുപ്പം കൂടി ആകുമ്പോൾ അത് നിർബന്ധമായി നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഷുറൈ സലഫി ആ വിഷയത്തെക്കുറിച്ച് പറയും. ഇവിടെ ഇപ്പോൾ നമ്മൾ പൊന്മളിൻ്റെ ക്ലിപ്പ് കേട്ടു. അപ്പോൾ ബാദ് ഇൻകിലാറി അസ്മിനത്തി സലാസ എന്ന് പറഞ്ഞു, അഥവാ റസൂൽ ഏറ്റവും ഉത്തമമായ 3 നൂറ്റാണ്ടിൻ്റെ ശേഷം ഉണ്ടായതാണ് ബിദ്അത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ MT പറഞ്ഞത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് ഇടതേണ്ട വെള്ളം കുടിച്ച് വലുതാണ്ട് കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ അതൊരു ശരിയായി കൊണ്ടെടുക്കുകയാണെങ്കിൽ അതാണ് ബിദ്അത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ബിദ്അത്ത് ഉണ്ടാവില്ല എന്നാണ് ആര് പറയുന്നത്? പൊന്മള പറയുന്നത്. മറ്റേ നിലക്കാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിന് ഉണ്ടാവണമല്ലോ, റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാവണം. അവിടെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ അവിടെ ഇതുവരെയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോ ഇവരിപ്പോൾ എന്താണ് സത്യത്തിൽ ഇവർ മുക്കല്ലിദുകളാണ്. ഇമാമികൾ എന്ത് പറഞ്ഞു അതന്നെ ചെയ്യേണ്ട ആൾക്കാരാണ്. ഇവരിപ്പോൾ മുക്കല്ലിദ് വിട്ട് ഇവർ
മുത്തലക്ക് മുജിത്തീദുകളായി പുതിയ ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കുന്ന മാത്രമല്ല നിർവചനങ്ങളും അതേപോലെ തന്നെ താരീഫൊക്കെ ഉണ്ടാക്കുന്നിടത്ത് എത്തിയപോലെ ഓരോ ദിവസവും പുതിയത്. കാരണം എന്താ ചിലവർക്ക് നിലനിൽപ്പില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ അത് മാറ്റി ഇത് മാറ്റി, ഏതാ മാറ്റാത്ത തൗഹീദടക്കം മാറ്റിയില്ലേ? മഹാന്മാർക്ക് അള്ളാഹു കഴിവ് കണക്കില്ലാതെ കൊടുക്കും. അന്ന് അലവി ചോദിച്ചിരുന്നെന്ത്, നമ്മൾ എങ്ങനെയാണ് കൊടുക്കൽ? എടോ മുജാഹിദ്, എടോ വഹാബി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുത്തന് ഒരു ഷെയ്ഖിന് കണക്കില്ലാതെ ബിഗൈരി ഹിസാബ് എന്ന് ഖുർആൻ പറഞ്ഞ പിന്നെ ഈ എന്തിനാ അറിയാൻ നിശ്ചയിക്കണത് എന്ന് ചോദിച്ചിൻ്റെ ആൾക്കാർ ഇപ്പോൾ സി എം മടവൂർ എല്ലാം നിയന്ത്രിക്കുന്നു എല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു പറയാൻ പാടില്ല, പരിധി ഉണ്ടെന്ന് പറയണം. ഒരു പഞ്ചായത്തൊക്കെ വേണമെങ്കിൽ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞിടത്ത് പേരോട് അലു സഖാഫി എത്തി. അപ്പോൾ ഓരോ തൗഹീദിൻ്റെ നിർവചനം അടക്കം മാറുകയാണ്. എന്തുകൊണ്ട് പിന്നെ മോദി ഷെയ്ഖിന് സി എം മടവൂരിനെല്ലാം ഉണ്ടായിക്കൂടാ? അപ്പോൾ ഓരോന്നിൽ നിന്നും മാറ്റം. കാരണം എന്താ വെച്ചാൽ ജനങ്ങളിത് പഠിക്കുന്നു, ജനങ്ങൾ കൂടുതൽ ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇവിടെ ശരിക്കും അഹ്ലുസുന്നയെ പ്രതിനിധാനം ചെയ്യുന്ന സലഫികൾ ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കും, ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവർ പണ്ട് പറഞ്ഞത് പണ്ടത്തെ ഇവരുടെ ആളുകൾ തൊടാതെ വീഴുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പിഴച്ച ആശയം കൊണ്ടുപോകാൻ വേണ്ടി ഇവരിങ്ങനെ മലക്ക് മറിഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ് വിഷയം. ഏതായിരുന്നാലും ഞാൻ കൂടുതൽ സംസാരിക്കില്ല, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിദഅത്തിൻ്റെ അപകടം നമുക്കറിയാം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മളെ ഈ ദീനിൽ അതിലില്ലാത്ത ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. അത് മൊത്തത്തിൽ എല്ലാം അത് ദീനിനെ പൊളിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാക്കും മുഹദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുത്തനാശയങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫൈന കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല. ഈ പറയപ്പെട്ട ഈ കൊണ്ടുവരുന്ന മുഹദസ് പുതിയ ആശയങ്ങളെല്ലാം ബിദ്അത്താണ്, അതെല്ലാം ദലാലത്താണ്, അതെല്ലാം നരകത്തിലേക്കാണ്, വഴികേടാണെന്ന് റസൂലുള്ളാഹി എല്ലാ ഖുത്ബയിലും പറയുന്നതാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാവും. ഒരു സുന്നത്ത് നമുക്കൊരു പക്ഷേ നഷ്ടപ്പെട്ടാലും ഒരു ബിദ്അത്ത് ഉണ്ടാകാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൽയഹ്ദിറല്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അഥവാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്ന ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കട്ടെ, ജാഗ്രത പാലിക്കട്ടെ. അവർ വല്ലാത്തൊരു ഫിത്ന പിടികൂടും. ഒരു ഷിർക്കിലേക്ക് വരുന്ന പറഞ്ഞ പണ്ഡിതന്മാർ ആളുകളുണ്ട്. കേവലം ചെയ്യുന്നത് അതൊന്നും അല്ലാത്ത കാര്യമായിരിക്കും, പക്ഷേ അവർ ഈ കുഫറിലേക്കും ഷിർക്കിലേക്കും പോകും. അപ്പോൾ ഇവിടെ ഒരുപാട് വിദേഹത്തുകൾക്ക് അവർ കെട്ടിപ്പൊക്കുന്നു. അതും അതേപോലെ തന്നെ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് അവരെ ജാറും മൂടുന്നു, ആണ്ടി നിറച്ചുകൾ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ. അതേപോലെ തന്നെ നബിദിനാഘോഷം വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നല്ലതല്ലേ? ഇതാണ് സാധാരണക്കാരായ ഇതൊക്കെ നല്ലതല്ലേ? ദിക്റല്ലേ, ദുഅല്ലേ, മദ്ഹല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാലയല്ലേ, മൗലൂദല്ലേ? യഥാർത്ഥത്തിൽ മദ്ഹാണോ മദ്ഹല്ലേ എന്നുള്ളതിൽ മുഴുവൻ കുഫറും ശിർക്കുമാണ് ഇറങ്ങിയിട്ടുള്ളത്. മധുഹ അതിൻ്റെ കൂടെ ഉണ്ടാവും, വേറെ കാര്യം. ഇനി എന്തൊക്കെയാണെങ്കിലും നല്ലതല്ലേ? ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നു. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുമ്പോൾ കൊണ്ട് ഗുണമുണ്ടല്ലോ. സത്യത്തിൽ ഒരു 10 മണിക്ക് മയ്യത്ത് നിസ്കാരമാണെങ്കിൽ ആ മഹല്ലത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു മയ്യത്ത് നിസ്കാരം ഉണ്ട്. ആ സമയത്ത് അതിന് ബാങ്കില്ലല്ലോ, ഒരുപാട് ആളുകൾ പള്ളി വരും. അപ്പോൾ ഒരുപാട് ഹൈർ അതിലൂടെ ഉണ്ട്. കുറേ ആളുകൾ നിസ്കരിക്കാൻ വരും, ഇല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കാമല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് അത്? ദീനിൽ നിന്ന് പുറത്താണ്. നമ്മൾ നല്ലതല്ലെന്ന് വിചാരിക്കുന്നതാണ് ദീനിൽ നിന്ന് പുറത്താണ്, നല്ലതല്ല അത്. എല്ലാ നന്മകളും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ നന്മകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഒരാൾ എല്ലാ റക്അത്തിലും പിന്നെ ഒരു ഫാത്തിഹ ചൊല്ലണം എന്നുള്ളത് നിർബന്ധമാണല്ലോ എല്ലാ റക്അത്തിലും. അയാളൊന്ന് 3 ഫാത്തിഹല്ലോ, നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഫാത്തിഹ അല്ലേ, നിസ്കാരത്തിലല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ, ഓത്തല്ലേ, ഖുർആൻ ഓത്തല്ലേ എന്നാണല്ലോ ഇപ്പോൾ സാധാരണ പറയല്. മരിച്ചു കൊടുത്ത് ഓതിനെ കുറിച്ചും അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തും കത്തപ്പുര കെട്ടുന്നതും ഇങ്ങനെ ഒരുപാട് സംഗതികൾ. ഇതൊക്കെ നല്ലതല്ലേ എന്നാണല്ലോ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വിഖ്യാതമായ കാര്യമാണ് മനി ബിത്തദാ ഫിൽ ഇസ്ലാം ബിദ്അ. ഒരാൾ ഇസ്ലാമിൽ ഒരു പുതിയൊരു സംഗതി കൊണ്ടുവന്നു. ഇസ്ലാമിൽ പുതിയ കൊണ്ടുവരുന്നൊരു കള്ളുകൂടി ആരും ഇസ്ലാമിൽ കൊണ്ടുവരില്ലല്ലോ. കൂലിയിടം വിളിച്ച് കള്ളുകൂടി കൊണ്ടുവരുമോ? ഇല്ല. പെണ്ണുകൂടി കൊണ്ടുവരുമോ? ഇല്ല. മോഷണം കൊണ്ടുവരുമോ? ഇല്ല. കൊലപാതകം കൊണ്ടുവരുമോ? ഇല്ല. എന്താ കൊണ്ടുവരല്? എന്തെങ്കിലും ദിക്റോ സ്വലാത്തോ അതേപോലെ തന്നെ എന്തെങ്കിലും കൊണ്ട് അങ്ങനെ ആരെയും ഒരാൾ കൊണ്ടുവന്നു. എന്നിട്ട് അയാൾ വാദിക്കണം നല്ലതാണെന്ന്. അപ്പോൾ അയാൾ സത്യത്തിൽ പറയണം എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളനാണെന്നാണ് അയാൾ പറയുന്നത്. കാരണം നന്മ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയണത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു. ഇന്ന് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്, അത് ഞാൻ തൃപ്തിപ്പെട്ടതാണ്, ഇനി എനിക്ക് ഒന്നും കൂട്ടാനും കുറക്കാനും ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയണത് ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുമുൽ യൗമ ദീന. അന്ന് ദീനല്ലാത്ത ഇന്നും ദീനല്ല. അപ്പം നല്ലൊരു മാനദണ്ഡമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. അന്ന് ദീനല്ലാത്തത് ഇന്നുണ്ടോ? അത് ദീനല്ല. അന്ന് നബിദിനാഘോഷം ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനാഘോഷം കൊണ്ടാടിയിട്ടില്ല. അന്ന് ജാറം കെട്ടിപ്പൊക്കലുണ്ടോ? ഇല്ല. അന്ന് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കലുണ്ടോ? ഇല്ല. അപ്പോൾ അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല എന്ന ഏറ്റവും അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ പണ്ഡിതൻ, മദീനയിലെ മുഫ്തിയായ, മദീനയിലെ ഇമാമു ദാറുൽ ഹിജ്റ എന്ന് അറിയപ്പെടുന്ന മഹാപണ്ഡിതനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യും റസൂലുള്ളാഹി സാബിത് ചെയ്തിട്ടുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കുക.
കാരണം ആ നന്മകൾ റസൂലുള്ളാഹിയും സഹാബത്തും എല്ലാ നന്മകളും ചെയ്ത ആൾക്കാരാണ്. അവർ ചെയ്യാത്തൊരു നന്മ ദീനിൽ ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. തീർച്ചയായും ഇവിടെ പിന്നെ ഈ പുതിയ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ പ്രകാരം മോശപ്പെട്ട വിലക്കപ്പെട്ട ഒരു സംഗതിയെ ബിദഅത്താകുള്ളൂ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നേരെ മറിച്ച് ബിദഅത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ആ നിർവചനം പ്രകാരം ആ ബിദഅത്ത്, ആ സംഗതി അതുകൊണ്ടാണ് ബിദഅത്ത് ആയതുകൊണ്ടാണ് അത് മോശപ്പെട്ടതായത്. ഇപ്പോൾ നിർവചനം അതെ 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 അതെ. അപ്പോൾ ഇത് ബിദഅത്ത് ആയതുകൊണ്ട് അത് മോശപ്പെട്ടതായതാണ്. അല്ലാതെ മോശപ്പെട്ട ഒരു സംഗതിയെ ബിദഅത്ത് ആകുള്ളൂ എന്നാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് കിട്ടുക. അപ്പോൾ അത് വ്യത്യാസം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുന്നതാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ അതിൻ്റെ എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൂഫ് പോയിൻ്റ് അൽഹംദുലില്ലാ ഈ നിലയ്ക്ക് ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു പോകുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈബ്രറി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റെഫർ ചെയ്യാൻ കഴിയുന്ന ഒരു ലൈബ്രറി എന്നുള്ള നിലയ്ക്ക് പ്രൂഫ് പോയിൻ്റ് ആയിത്തീരുന്നു എന്നുള്ളതാണ് നമുക്ക് ഫീഡ്ബാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ ഇനിയും ശക്തമായി ഈ ദീനിൻ്റെ സേവന രംഗത്ത് ഇടപെടാൻ ഇത്തരത്തിലുള്ള സദുദ്യമങ്ങൾ അതിലൂടെ നമുക്ക് കഴിയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. നാളെ ഇതൊക്കെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടായി തീരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ആഴ്ചത്തെ പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.